അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ഉയരുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത ആദ്യ ദിവസം തന്നെ 5 ലക്ഷത്തിലധികം ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഒരു റിലീജിയസ് ടൂറിസം കേന്ദ്രമായി തന്നെ അയോധ്യ മാറിക്കഴിഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഓഹരി വിപണിയിലെ പല കമ്പനികളും വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയിരുന്നു. രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പല ബിസിനസ്സുകളും ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി അയോധ്യയിൽ വിവാന്ത ജിഞ്ചർ ബ്രാൻഡഡ് ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 7 സ്റ്റാർ കാറ്റഗറിയിൽ അയോധ്യ ക്ഷേത്രത്തിന് സമീപം ഹോട്ടൽ തുറക്കാൻ ITC ലിമിറ്റഡും പദ്ധതിയിട്ടിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ യാത്രാ വിമാന കമ്പനിയായ ഇൻഡിഗോ തങ്ങളുടെ 86ാമത്തെ ആഭ്യന്തര ലക്ഷ്യസ്ഥാനമായാണ് അയോധ്യയെ പ്രഖ്യാപിച്ചത്. അയോധ്യയിൽ 1000 കോടി രൂപ പ്രാഥമിക നിക്ഷേപത്തോടെ ന്യൂ അയോധ്യ എന്ന ടൗൺഷിപ്പ് യോഗി ആദിത്യനാഥ് സർക്കാർ വിഭാവനം ചെയ്തു കഴിഞ്ഞു. ഇതിനിടെ അയോധ്യയിൽ റിയൽ എസ്റ്റേറ്റ് വില കത്തിക്കയറിയതും വാർത്തയായിരുന്നു. പ്രമുഖ ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ അയോധ്യയിൽ ഭൂമി സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി രംഗങ്ങളിൽ മാത്രമല്ല മറ്റ് വ്യാവസായിക രംഗങ്ങളിലുമായി അയോധ്യയിലേക്ക് ശതകോടികളുടെ നിക്ഷേപമാണ് ഒഴുകുക. ആദിത്യ ബിർള ഗ്രൂപ്പ്, NDPC, ഹിന്ദുജ ഗ്രൂപ്പ് തുടങ്ങിയവ വിവിധ ഫാക്ടറികൾ അയോധ്യയിൽ സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ അയോധ്യയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാൻ കാത്തിരിക്കുകയാണ് അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ശൃംഖലയായ കെൻടുക്കി ഫ്രൈഡ് ചിക്കൻ, നമ്മുടെ KFC തന്നെ. ക്ഷേത്രത്തിന് സമീപം ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുമതി നൽകാമെന്ന് രാമക്ഷേത്ര അധികൃതരും അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രധാനമായും ചിക്കന്റെ വിവിധ ഐറ്റങ്ങൾ വിൽപ്പന നടത്തുന്ന KFC എങ്ങനെയാണ് രാമക്ഷേത്രത്തിന് സമീപം ഔട്ട്ലെറ്റ് തുറക്കുക എന്നത് ന്യായമായൊരു സംശയമാണ്. രാമക്ഷേത്രത്തിന് സമീപം ഔട്ട്ലെറ്റ് തുറക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. സസ്യാഹാരം മാത്രമേ വിൽക്കൂ എന്ന നിബന്ധന പാലിക്കുകയാണെങ്കിൽ അയോധ്യയിലെ ജില്ലാ ഭരണകൂടം KFCയെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ട്. നിലവിൽ അയോധ്യ ലക്നൗ ഹൈവേയിൽ KFC അവരുടെ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അയോധ്യയിൽ നോൺ വെജ് ഭക്ഷണം അനുവദിക്കാത്തതിനാലാണ് KFC അയോധ്യ ലക്നൗ ഹൈവേയിൽ യൂണിറ്റ് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വെജിറ്റേറിയൻ ഇനങ്ങൾ മാത്രം വിൽക്കാൻ തീരുമാനിച്ചാൽ KFCക്ക് സ്ഥലം നൽകാൻ തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് റിപ്പോർട്ട്. അയോധ്യ ലക്നൗ ഹൈവേയിൽ സ്ഥാപിച്ച KFC ഔട്ട്ലെറ്റിലും മാംസാഹാരങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ലെന്ന് അയോധ്യയിലെ സർക്കാർ പ്രതിനിധിയായ വിശാൽ സിംഗിനെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. സസ്യഭക്ഷണങ്ങൾ മാത്രം വിൽക്കാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ എല്ലാ പിന്തുണയും നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിന്നും മാത്രമല്ല വിദേശത്തു നിന്നും ആളുകൾ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനാൽ ഭക്തർക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ആഹാരം ലഭിക്കുന്നതിനായി എല്ലാ തരത്തിലുള്ള ഭക്ഷ്യ കമ്പനികളെയും അയോധ്യയിലേക്ക് ക്ഷണിക്കുകയാണെന്ന് BJPയുടെ അയോധ്യ പ്രസിഡന്റ് കമലേഷ് ശ്രീവാസ്തവ പറഞ്ഞു. ചൗധരി ചരൺ സിംഗ് ഘട്ടിൽ ഒരു ഫുഡ് പ്ലാസ സ്ഥാപിക്കാൻ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ആലോചിക്കുന്നുണ്ടെന്നും അതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഫെബ്രുവരിയോടെ ഔട്ട്ലെറ്റുകൾ സജ്ജമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനുവരി 29 വരെ ഏകദേശം 19 ലക്ഷം ആളുകളാണ് രാമക്ഷേത്രം സന്ദർശിച്ചത്. ടെമ്പിൾ ടൂറിസം കുതിച്ചുയർന്നതോടെ ബിസ്ലേരിക്കും ഹൽദിറാമിനും അയോധ്യയിലും പരിസരത്തും തങ്ങളുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പിലെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ അഭിഷേക് സിംഗ് പറയുന്നു. പാർലെ പോലുള്ള പല കമ്പനികളും തങ്ങളുടെ ഭക്ഷ്യശൃംഖല ഔട്ട്ലെറ്റുകളുടെ, പ്രത്യേകിച്ച് പാക്കേജ് ചെയ്ത വെള്ളം, ബിസ്ക്കറ്റ് എന്നിവയുടെ വിതരണവും ശക്തിപ്പെടുത്തുകയാണ്. അയോധ്യയിലെ പഞ്ച്കോസി പരിക്രം മാർഗിൽ മാംസവും മദ്യവും വിൽക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി മാംസവും മത്സ്യവും വിൽക്കുന്ന കടകൾ അടച്ചുപൂട്ടാനും സർക്കാർ അന്ന് ഉത്തരവിട്ടിരുന്നു.